ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു CCTV ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. നമ്മളൊക്കെ യാത്ര പോകുന്ന ആളുകളാണ്. ബസ്സിലായിക്കോട്ടെ, സ്വന്തം വാഹനത്തിലായിക്കോട്ടെ, നമ്മളൊക്കെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ യാത്ര പോകും. നമ്മൾ യാത്ര പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ രാത്രി സമയത്തൊക്കെ, ഇത്തരം ചതികൾ നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് ഈ വീഡിയോ കാണാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. രണ്ട് യുവാക്കൾ ഒരു പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിച്ച ഒരു തെമ്മാടിത്തരമാണ്. ഇത്തരം ചതികൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊന്ന് മനസ്സിലാക്കണം. നമുക്ക് വീഡിയോ കാണാം. പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമുക്കൊന്ന് കണ്ടോക്കാം. നോക്കുക, രണ്ട് പയ്യന്മാരാണ്. അവർ പെട്ടെന്ന് ചെയ്ത കാര്യം നിങ്ങളൊന്ന് നോക്കുക. ആ ഒരു ജംഗ്ഷൻ എത്തിയപ്പോൾ വാഹനം പെട്ടെന്ന് നിർത്തുന്നു. എന്നിട്ട് രണ്ടുപേരും റോഡിൽ കിടക്കുന്നു. ആരെങ്കിലും അതുവഴി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക, വാഹനം വീണു, രണ്ടുപേരും പരിക്ക് പറ്റി നിലത്ത് കിടക്കുകയാണ്, അല്ലെങ്കിൽ പരിക്ക് പറ്റി ബോധം പോയതാണ് എന്ന് മനസ്സിലാക്കുള്ളൂ. മനുഷ്യത്വമുള്ള ആരും ഇത് കണ്ടില്ല എന്നടിച്ച് പോകാൻ നിൽക്കില്ല. വണ്ടി നിർത്തി അവർക്ക് ആവശ്യമുള്ള സഹായമൊക്കെ ചെയ്തിട്ടാണ് പല ആളുകളും പോകാറ്. പക്ഷേ അതുവഴി വന്ന രണ്ടു പേര്, ഒരു പെൺകുട്ടിയും ഒരു പയ്യനുമാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. വണ്ടി അവിടെ നിർത്തി അവരെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഭാഗം നോക്കുക. പെൺകുട്ടി എഴുന്നേൽപ്പിച്ച് നിർത്തിയതിന് ശേഷം ആ പയ്യൻ ചെയ്ത് നോക്കുക. പുറകിലൂടെ പോയിട്ട് പെൺകുട്ടിയെ ബലമായിട്ട് പിടിച്ച അതേ സമയത്ത് തന്നെ മറ്റേ പയ്യനും ആ വ്യക്തിയെ ബലമായിട്ട് പിടിച്ച് നിലത്തേക്ക് കിടത്തി. എന്നിട്ട് കയ്യിലുള്ള മൊബൈൽ ഫോണ്, ഓർണമെൻറ്റ്സ്, വിലപിടിപ്പുള്ള സാധനങ്ങൾ, ക്യാഷ്, അങ്ങനെ എല്ലാ സാധനവും മോഷണം നടത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈവൻ അവർ വന്ന ആ ബൈക്ക് പോലും അവർ മോഷണം നടത്തി കൊണ്ടുപോയി. അപ്പം ഇത്തരം ചതികൾ നിങ്ങൾ മനസ്സിലാക്കണം. യാത്ര പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൊടുക്കരുത്. ഇപ്പോഴത്തെ കാലത്തൊക്കെ ലിഫ്റ്റ് ചോദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങുന്നൊരവസ്ഥയാണ്. നമ്മളെ വാഹനത്തിലോട്ട് കയറുന്ന ആളുകൾ ഏത് രീതിയിലുള്ള എന്തുദ്ദേശം വെച്ചുകൊണ്ടാണ് വന്നത് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞാൻ പോലും ഇപ്പോൾ വാഹനവുമായിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയുന്ന ആളാണെങ്കിൽ, അത്രയും പരിചയമുള്ള ആളാണെങ്കിൽ മാത്രമേ ഞാൻ കയറ്റി പോവുള്ളൂ. അല്ലാത്ത ഒരാളെയും ഞാൻ വാഹനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോയില്ല. കാരണം പിന്നീട് നമ്മൾ തന്നെ പെടും. പ്രത്യേകിച്ച് പെൺകുട്ടികളെയൊക്കെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ നിർത്തും. എന്നിട്ട് ലിഫ്റ്റ് ചോദിക്കും. പെൺകുട്ടികളൊക്കെ ലിഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പയ്യന്മാരൊക്കെ വണ്ടി എടുത്ത് പോകുന്ന സന്ദർഭമാണെങ്കിൽ പെൺകുട്ടിയെ ഒറ്റക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ വണ്ടി നിർത്തി എന്താണ് ആവശ്യമെന്നൊക്കെ ചോദിക്കും. ഇതിൻ്റെ പിന്നിലും ഒരു കൂട്ടം ആളുകളുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവിടെ വെച്ച് ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളുടെ വാഹനവും പണവും പൈസയും ഒക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോകും. സൂക്ഷിക്കുക. പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ മടിക്കണം. ബൈ ഫ്രണ്ട്സ്.